ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കം വാക്ക് വിത്ത് അസ്. അപ്പം നമ്മൾ ദുബായിൻ്റെ സെക്കൻഡ് വ്ലോഗാണിത്. ദുബായ് മോൾ ആൻഡ് ബുർജ് ഖലീഫയാണ് കാണാൻ വന്നിട്ടുള്ളത്. അപ്പം മെട്രോ ഇറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ട് പോകാനുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. ദുബായ് മോളിൻ്റെ ഇൻസൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഹൈലി എക്സ്പെൻസീവ് ആണ്, നമുക്ക് കണ്ട് രസിച്ച് പോകാനേ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും സാധനമൊന്നും ഇതിൻ്റെ അകത്തെല്ലാം മേടിക്കാൻ പറ്റില്ല, കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോർസാണ് എല്ലാം, വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ. പിന്നെ നല്ല തിരക്കും ഉണ്ട്. അത്യാവശ്യം എന്താ പറയുക, ലോകത്തിൽ തന്നെ എന്താ പറയുക 10th, അതായത് വേൾഡിൽ വെച്ചിട്ട് തന്നെ 10th റാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഹയസ്റ്റ് മോൾസിൽ ഒന്നാണ് ഈ ദുബായ് മോൾ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ഈ വാട്ടർഫോൾ ഉണ്ട്, ഇത് ഹ്യൂമൻ വാട്ടർഫോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിൻ്റെ ഉള്ളിൽ വെച്ചൊരു ഇതാണ്. ചെറിയൊരു ബ്ലീച്ചിൻ്റെ ഒരു സ്മെല്ല് അടിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ബ്ലീച്ചിൻ്റെ ആഡ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. പിന്നെ എന്താ പറയുക, ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ട് ടൗൺസ് ഉണ്ടായിരുന്നു. പിന്നെ കിഡ്സിനൊക്കെ പറ്റിയ കുറേ സെക്ഷൻസ് ഉണ്ട്, കുട്ടികൾക്ക് ടോയ്സ് മേടിക്കാനും കളിക്കാനൊക്കെ പറ്റിയ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾ ഡേ തന്നെ വേണ്ടി വരും. പെട്ടെന്ന് നോക്കുന്ന ഒരു ഹാഫ് ഡേ എടുക്കും, അത്ര തലയോളം ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ദുബായ് മോൾ എന്ന് പറയുമ്പം. ഒരുപാട് നടന്ന് കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു 1 ഡേയും മതിയാവില്ല, അത്രയ്ക്ക് ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ സ്കേറ്റിങ്ങിൻ്റെ ഇത് കണ്ടോ, ഇതൊക്കെ പോലത്തെ എന്താ പറയുക കുട്ടികൾക്കായിട്ടുള്ള കുറേ ഏരിയാസ് തന്നെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ നമ്മൾ ടയേർഡായി പോകും സത്യം പറഞ്ഞാൽ, ഇത് ചുറ്റി കണ്ടിട്ടുണ്ട്. ഹാഫ് എത്തുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും. പിന്നെ എന്ന് വെച്ചാൽ ഡൈനോൻ്റെ ഒരു എന്താ പറയുക സ്കെലിട്ടണൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ്സൊക്കെ കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻസും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണ് മോള് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു മോള് ലൈഫിൽ കണ്ടിട്ടില്ല, കാരണം കണ്ടതിൽ വെച്ചിട്ട് ഒരു വലിയ മോളാണെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇതുപോലെ കുറേ മോണ്യുമെൻറ്റ്സിൻ്റെ ഇത് കുറേ ഉണ്ടാക്കി വെച്ച ഒരുപാട് ഷോ പീസൊക്കെ ഉണ്ട്. നമുക്ക് നടന്നൊരു എക്സിബിഷൻ അങ്ങനത്തെയൊക്കെ പോലെ കാണാം. പിന്നെ ക്യൂട്ടായിട്ടുള്ള ഇതുപോലെ കുറേ ടോയ് ഉണ്ട്. ഈ ടോയിനെ കണ്ടു, ടെഡി ബെയർ, എന്തൊരു രസമല്ലേ. ടെഡി ബെയർ അല്ല, പാണ്ടേനെ പോലെയുണ്ട്, പാണ്ട തന്നെയാന്ന് തോന്നുന്നു. അപ്പം എന്തൊരു ഭംഗിയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്കെലിട്ടൺ ഉണ്ട്, ഡൈനോസറിൻ്റെ. ഇത് ഒറിജിനലാണ് ഈ സ്കെലിട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഒറിജിനൽ സ്കെലിട്ടൺ കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഡൈനോൻ്റെ ഒറിജിനൽ സ്കെലിട്ടൺ എന്ന് പറയുന്നത്. പിന്നെ ഇത് അതുപോലെ നമ്മളെ എന്താ പറയുക ലൂയി വിട്ടോൺ, ഗൂച്ചി, അത് ഒരുപാട് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ട്. ഗൂച്ചി എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്, ഗൂച്ചി, ലൂയി വിട്ടോണൊക്കെ. എന്നെങ്കിലും ഒരിക്കലൊരു ബാഗൊക്കെ മേടിക്കണം എന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ നാവിഗേഷൻ മാപ്സ് ഉണ്ട്, ഇതിൻ്റെ ഹെൽപ്പിൽ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. കാരണം അത്രയും വലിയ മോളായതുകൊണ്ട് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ പ്യുവർ ഡയമണ്ട്സ് ആണ്, അത്രയും കോസ്റ്റ്ലി ആയിട്ട് വരുന്ന ഡയമണ്ട്സ്. വാച്ചസൊക്കെ നിങ്ങൾ കണ്ടോ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത അത്ര റേഞ്ചിൽ വരുന്ന വാച്ചസും ഡയമണ്ടിൻ്റെ നെക്ക് പീസൊക്കെയാണ്. അതിൻ്റെ മേലെ പേരൊക്കെ ഇടുന്നത് എന്തൊരു ഭംഗിയല്ലേ, അതിൻ്റെ ഫിനിഷും വർക്കും സ്റ്റോണിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, എല്ലാം ഒന്നിനോട് മെച്ചം. ഹൈലി എക്സ്പെൻസീവ് ആയതുകൊണ്ട് പിന്നെ പറയാനില്ല. അതിൻ്റെ ഷൈനിങ് നമുക്ക് പുറത്തുനിന്ന് ഇത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇത്ര, അപ്പം നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ ഉള്ളിലൊരു എക്വേറിയം ഉണ്ട്, ഇതിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. ചാർജ് എത്രയാണെന്ന് അറിയില്ല. ദുബായ് എക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ എന്നാണ്. ഇപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിൽ കയറി കാണാം. അല്ലാത്തവർക്ക് പുറത്തുനിന്ന് ഇതുപോലെ നിന്നിട്ട് കാണാൻ പറ്റും. ഉള്ളിൽ കയറിയാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു എക്വേറിയത്തിൻ്റെ ഉള്ളിൽ കയറി അണ്ടർ വാട്ടറിൻ്റെ ഉള്ളിൽ പോയ പോലത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു എക്വേറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാം. കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഇത്ര ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതുപോലെ സ്ക്രീനിൽ ഇമാറിന് എഴുതുന്ന ഈ ഇമാർ ഗ്രൂപ്പാണ് സത്യം പറഞ്ഞാൽ ബുർജ് ഖലീഫ എല്ലാം എടുത്ത ഗ്രൂപ്പിൻ്റെ പേരാണ് ഇമാർ. ഇവർ തന്നെയാണ് ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത്, ഇവരെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ നമുക്കുള്ളത്, പിന്നെ നൈറ്റ് ആകുമ്പം ഇവിടെ ഷോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നൈറ്റ് ചെറിയ ചെറിയ ഷോസാണ്, ഒരു 2-3 മിനിറ്റ്സ് ലെങ്ത്ത് വരുന്ന ഷോസാണ്. അതൊരു 20 മിനിറ്റ് കൂടുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും ഒന്ന് റിലാക്സ് ആവാനും പിന്നെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. ഈ വാട്ടർഫോൾസ് ഒക്കെ കണ്ടോ, എന്താ ഭംഗി, ആൾക്കാരൊക്കെ ഇങ്ങനെ അതിൽ ഡൈവ് ചെയ്ത് വീഴുന്ന പോലെയൊക്കെ ആയിട്ട്. നല്ല ക്രൗഡ് ഉണ്ട്, കാരണം ദുബായ് മോൾ എന്ന് പറയുമ്പം ഒരു ഫേമസ് ആയിട്ടുള്ള മോളായതുകൊണ്ട് തന്നെ വരുന്ന ടൂറിസ്റ്റുകളായിക്കോട്ടെ, ന്യൂലി ദുബായിൽ എത്തുന്നവരൊക്കെ ഇത് എന്തായാലും വിസിറ്റ് ചെയ്തിരിക്കും. കാരണം തൊട്ട് അടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ ബുർജ് ഖലീഫയും ഉണ്ട്. നമുക്കറിയാം എന്താ പറയുക, വേൾഡിലെ തന്നെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. പിന്നെ അതുമാത്രമല്ല 163 ഫ്ലോറാണ് അവിടെ ഉള്ളത്. സൗദിയൊക്കെ ഇപ്പോൾ ഇത് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്, കാരണം അതിനേക്കാളും വലുതെടുക്കാൻ വേണ്ടിയിട്ട്, നമ്പർ 1 എന്നുള്ള നെയിം കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പം ദുബായിക്കാണ് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു ഇതുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കണ്ട വാട്ടർഫോൾ ഇല്ലേ, അത് പിന്നെ അതേപോലെ ഫൗണ്ടെയിൻസ് ഒക്കെ ഉണ്ട്, വാട്ടർ ഫൗണ്ടൻ. ഇത് കണ്ടോ നിങ്ങൾ, ഇത് അത്രയും ഹൈ പ്രഷറിലാണ് ഈ ഒരു സാധനം അടിക്കുന്നത്. അത്രയും ടോളസ്റ്റ് ആയിട്ടുള്ള ലെവലിൽ പോയിട്ട് നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നിയെന്ന് വരില്ല. അത്രയും ടോൾ ലെവലിൽ ഹൈ പ്രഷർ അടിക്കുന്ന ഫൗണ്ടെയിനൊക്കെയാണ്. അപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീം ഇമാർ ഗ്രൂപ്പാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അവരുടേതാണ് ഈ സൈഡിലൊക്കെയുള്ള ഇമാർ, നിങ്ങൾ പേര് കാണണ്ട, കംപ്ലീറ്റ് അവരുടെ ബിൽഡിങ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ അടിപൊളിയാണ് ലൈറ്റിങ്ങിൽ രാത്രി കാണാൻ വേണ്ടിയിട്ട്. ഈ ഷോസൊക്കെ വാട്ടറിനെ കൊണ്ടുള്ള ഫൗണ്ടെയിൻ ഷോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇവരോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതെല്ലാം ലൈവായിട്ടൊന്ന് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം ഇതൊക്കെ വേൾഡിൽ വെച്ചിട്ട് തന്നെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ബുർജ് ഖലീഫയിൽ രാത്രി ഇതുപോലെ തന്നെ ലൈറ്റ്സ് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം ചില മൂവീൻ്റെയൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ പ്രൊമോഷൻസൊക്കെ ചിലതൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട് ഇവിടെ, പല ന്യൂ ഇയർ സമയത്തുള്ള പാർട്ടി കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതുപോലെ രാത്രി എല്ലാവരെയും ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ, നമ്മുടെ ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഫുൾ അടിപൊളിയായിട്ട് എന്താ പറയുക, നമ്മുടെ ബുർജ് ഖലീഫ ഒന്ന് അട്രാക്റ്റീവായിട്ട് നിൽക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത് തന്നെയാണ് വരുന്നത്, ഈ വാട്ടർ ഫൗണ്ടെയിൻ തന്നെയാണ് മെയിനായിട്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനൊരു കുളിർമ നൽകുന്ന തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ ദുബായ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ദുബായ് വ്ളോഗ് ഇവിടെ തീരുന്നില്ല, ഇനി മുന്നോട്ടേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സും കാര്യങ്ങളും പ്ലേസസും എല്ലാം നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ടാറ്റാ ബൈ, ഇത്രയേ ഉള്ളൂ.